ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ചാൽ സ്വിം ചെയ്തുകൊണ്ട് ആമാക്ഷൻ ചെയ്യുന്ന ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ ആമാക്ഷൻ അവിടെ പിടിച്ചുകൊണ്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഋതം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പുൾ ചെയ്യുന്നതും പുഷ് ചെയ്യുന്നതും മറ്റേ ബോളിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്തതല്ലേ. ഒരു ബോൾ ഇമാജിൻ ചെയ്തിട്ട് ഇങ്ങനെ പുൾ ചെയ്ത് ബാക്കിലോട്ട് പുഷ് ചെയ്യുന്നതൊക്കെ നമ്മൾ ആ കറക്റ്റ് ചെയ്താണ് അല്ലേ. ഇനി നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന സമയത്ത് സ്വിം ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താ, നിങ്ങൾ ഓൾറെഡി എക്സസൈസ് ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ പൂളിൽ തന്നെ ഈ എക്സസൈസും ചെയ്തതാണ്. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യേണ്ട രീതി ആദ്യം ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ പോലെ തന്നെ അവിടുന്ന് പുഷ് ഓഫ് ചെയ്തിട്ട് കിക്ക് ചെയ്തിട്ട് വരാം. നല്ല ഹാർഡായിട്ട് കിക്ക് ചെയ്യണം, സ്ട്രോങ് ആയിട്ട് കിക്ക് ചെയ്യണം. എന്നിട്ട് കൈ നിങ്ങൾ ഇങ്ങനെയാണല്ലോ പിടിക്കുക, ലോക്ക് ചെയ്തിട്ടാണല്ലോ നമ്മൾ പഠിപ്പിച്ചത് അല്ലേ. എന്നിട്ട് ഒരു കിക്ക് ചെയ്ത് കുറച്ച് ദൂരം ഒരു പകുതിയൊക്കെ എത്തിയതിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് ദൂരം പോകുന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ കൈ ഉണ്ടല്ലോ, ആദ്യം റൈറ്റ് ഹാൻഡിൽ തുടങ്ങാം. റൈറ്റ് ഹാൻഡിൽ തുടങ്ങാം. റൈറ്റ് ഹാൻഡിൻ്റെ കൈൻ്റെ ലോക്ക് വിട്ടിട്ട് ഇങ്ങനെ പുള്ള് ചെയ്യുക, എന്നിട്ട് ബാക്കിലോട്ട് പുഷ് ചെയ്യുക, എന്നിട്ട് അതേ പൊസിഷനിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുക. കണ്ടോ, ലെഫ്റ്റ് ഹാൻഡിൻ്റെ മേലിൽ കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ സാധാരണ പോലെ നമ്മൾ ലോക്ക് ചെയ്യുന്ന പോലെ. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ലെഫ്റ്റ് ഹാൻഡ് ഇതേപോലെ പുള്ള് ചെയ്യുക, ബാക്കിലോട്ട് പുഷ് ചെയ്യുക, എന്നിട്ട് ഇതേ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതേപോലെ കൊണ്ടുവന്ന് വെക്കുക. ഉണ്ടോ, ഈ സമയത്ത് വെക്കണം. ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രെച്ചിങ് കിട്ടാനും അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് കൈ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാല് വിട്ട് പോകാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇത് 1-2 പ്രാവശ്യം ചെയ്താൽ മതി ഈ രീതി കേട്ടോ. എന്നിട്ട് അടുത്ത രീതി എന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ ഈ രീതി തന്നെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ പുഷ് ഓഫ് ചെയ്തിട്ട് കാണിക്കുകയാണേ, ശ്രദ്ധിക്കുക. കണ്ടല്ലോ, എനിക്കിവിടെ ഡിസ്റ്റൻസ് വളരെ കുറവാണ്, 2 കൈ എടുത്തപ്പോൾ ഇതിനെത്തി. പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ കൈ എടുക്കാൻ പറ്റും. തുടക്കമായതുകൊണ്ട് തന്നെ ഒരു 4-5 പ്രാവശ്യം കൈ എടുക്കുമ്പോഴായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ ചെയ്യുക, ഇതേപോലെ ചെയ്യാം. ഓക്കെ, നമ്മൾ കിക്ക് ചെയ്തുകൊണ്ട് വരുന്നു. ആദ്യം റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പുള്ള് ചെയ്ത് പുഷ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ മേളിൽ കൊണ്ടുവന്ന് വെക്കുന്നു. പിന്നെ വീണ്ടും ലെഫ്റ്റ് ഇങ്ങനെ പുള്ള് ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു, ഇതേപോലെ കൊണ്ടുവന്ന് വെക്കുന്നു. ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, കിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് നിങ്ങൾ അവിടെ എത്തുന്നവരെ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്തുന്നവരെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത് കാണിച്ചു തരാം, എല്ലാവരും ശ്രദ്ധിക്കുക. എനിക്ക് രണ്ടാമത്തെ കൈ എടുക്കാൻ പോലുള്ള സ്പേസ് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇത് മനസ്സിലായല്ലോ, ചെയ്യേണ്ട രീതി മനസ്സിലായല്ലോ. ഓക്കെ, ഇത് 2 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. കൈ മേളിൽ വെച്ച് ചെയ്യുന്ന രീതി 2 പ്രാവശ്യം ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യേണ്ടത് നോർമൽ ആയിട്ടുള്ള സ്വിമ്മിങ് ആണ്. ഫ്രീ സ്റ്റൈൽ ഫുൾ സ്ട്രോക്ക് എന്നൊക്കെ പറയും. അത് നോർമൽ ആയിട്ട് തന്നെ ചെയ്യും. പിന്നെ കൈ മേളിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സാധാരണ പോലെ തന്നെ ഇങ്ങനെ കൈ എടുക്കുന്നു. അത് റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ എടുക്കുന്നു, ഇതവിടെ വെക്കുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പോൾ അത് ലെഫ്റ്റ് ഇങ്ങനെ പുൾ ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു, വെക്കുന്നു. ഈ രീതിയിലായിട്ട് കണ്ടോ. നേരത്തെ ചെയ്തതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ആ റീച്ചും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കൈ ഇങ്ങനെ പുള്ള് ചെയ്യണം. അപ്പോൾ ഈ കൈ എൻ്റർ ചെയ്തിട്ട് നന്നായി റീച്ച് ചെയ്തിട്ട് വെള്ളം ക്യാച്ച് ചെയ്തിട്ട് വലിക്കാൻ പറ്റും. കേട്ടോ, മാക്സിമം സ്ട്രെച്ച് കിട്ടും. ഇത് പുള്ള് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂസ് മൂവ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. കേട്ടോ, ഇതേപോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അത് വരാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഇങ്ങനെ വെച്ചിട്ട് മേളിൽ ചെയ്യാം. 2 പ്രാവശ്യം ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട രീതിയാണ് ഈ രീതിയിൽ ചെയ്യേണ്ടത് കേട്ടോ. ശ്രദ്ധിക്കുക ഇങ്ങോട്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ട നോക്ക്. സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ കൈ ഇങ്ങനെ വെക്കുന്നുള്ളൂ. കൈ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വെക്കരുത്. ഓക്കെ, കണ്ടോ ചെയ്തേ? ഞാൻ കൈ മേളിൽ വെച്ചിട്ടില്ലല്ലോ. നോർമലായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ നോക്ക്. ഇതേപോലെ ചെയ്യാം. ഓക്കെ, എനിക്കിവിടെ അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ കുറച്ച് ലോങ് ചെയ്ത് കാണിച്ചു തരാം. പകുതി വരെ സ്വിം ചെയ്തിട്ട് ഒരു വട്ടം ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ കൈ എടുക്കണത് എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടുന്ന് പുഷ് ഓഫ് ചെയ്തിട്ട് പകുതി വരെ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കണ്ടേ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ കൈ എടുക്കരുത്, ബിഗിനർ ആയതുകൊണ്ട്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല പവറായിട്ട് പുഷ് ഓഫ് ചെയ്യുക, നല്ല സ്ട്രോങ് ആയിട്ട് കിക്ക് ചെയ്യുക. കിക്ക് ചെയ്ത് കുറച്ച് ദൂരം പോയതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ചെയ്യാം.
അറിയണല്ലോ എങ്ങനെ ചെയ്യുന്നതെന്ന്. ഓക്കെ, ആ ഋതത്തിൽ തന്നെ ചെയ്യുക. കിക്ക് പ്രോപ്പറായിട്ട് ചെയ്യുക, കൈ കറക്റ്റായിട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് വൺ ബൈ വൺ ആയിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൽ ചിലർക്ക് സംശയം ഉണ്ടാകും ബ്രീത്തിങ് എങ്ങനെയാണെന്നല്ലേ. ബ്രീത്ത് എടുക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സെയിൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലോങ് ബ്രീത്ത് എടുക്കുമല്ലോ, അതിങ്ങനെ മൂക്കുകൊണ്ട് എക്സെയിൽ ചെയ്തുകൊണ്ട് ബ്രീത്ത് വിട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ. എടുക്കണ്ട, ബ്രീത്ത് വിട്ടുകൊണ്ട്. അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേന് എക്സെയിൽ ചെയ്ത് തീർത്താൽ മതി, ബബിൾ ചെയ്ത് തീർത്താൽ മതി. ക്ലിയർ? ഓക്കെ, അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇറങ്ങിക്കോ.